നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. 2024 മെയ് മാസം 1-ാം തീയതി വേഴഗ്രഹം ഇടവൻ രാശിയിൽ പ്രവേശിച്ചു. ഈ വേഴത്തിൻ്റെ സഞ്ചാര കാലം കൊണ്ട് ഏറ്റവും ഗുണം കിട്ടുന്ന രാശി നക്ഷത്രങ്ങളാണ് പറയാൻ പോകുന്നത്. വേഴൻ ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും സർവേശ്വരാണാം ഗുരുവുന്നാണ്. സർവ ഈശ്വര ചൈതന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹമാണ് വേഴൻ. ഈ വേഴൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് വളരെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും. വേഴൻ എവിടെ ഏത് രാശിക്ക് ദുരിതകരമായിട്ട് നിൽക്കുന്നു ആ ഭാവങ്ങൾക്ക് വലിയ ആപത്ത് സംഭവിക്കും. യോയോ ഭാവേ സോമി ദൃഷ്ടേ യുധേർവ സൗമ്യർവാസ്യാൽ തസ്യ തസ്യാഭിവൃദ്ധി ഭാവൈരേവം തസ്യ ഭാവസ്യ ഹാനി നിർദ്ദിഷ്ടവ്യ ലഗ്നത ചന്ദ്രതോ വാനാണ്. അപ്പോൾ വേഴത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഇടവരാശിക്കൂറുകാർക്ക് വളരെയധികം ശക്തിയായ രീതിയിൽ കിട്ടുന്ന ഒരു സമയമാണ്. കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ പകുതി വരെയുള്ള രാശിക്കൂറാണ് ഇടവരാശിക്കൂർ. അവർക്ക് 1-ലാണ് വേഴൻ സഞ്ചരിക്കുന്നത്. 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ആരോഗ്യം, സൗന്ദര്യം ഒക്കെയാണ്. ദേഹസ്യ സൗഷ്ഠവ്യം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം യയോ ബഭുഷ തത്സർവം ചിന്തനീയം ഹി വിലഗ്നത. അപ്പോൾ 1-ൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം, ബുദ്ധി ഇതൊക്കെ വരുന്ന ഭാവമാണ് 1. അപ്പം അങ്ങനെ 1-ൽ വേഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം സൗമ്യ ലഗ്നഗതേ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷലബ്ധി വിജ്ഞയങ്കല് പ്രത്യേകം. അപ്പോൾ സുഖസ്ഥിതി, മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. ജയ എന്ന് വെച്ചാൽ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാലും അത് ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടും. നമ്മൾ പല പരീക്ഷകളും പല ജോലിക്കും പല കാര്യത്തിനും ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് ഇടവൻ രാശിക്കൂറുകാർ. കാരണം 12-ലായിരുന്നു വേഴൻ നിന്നത്. കയ്യിരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല, തരാനുള്ളത് തന്നതുമില്ല, കടവും കൂടായി, മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വേഴത്തിൻ്റെ ഈ നല്ലൊരു മാറ്റം നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത്. അങ്ങനെ സുഖസ്ഥിതി കിട്ടും, മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും. ജയ എല്ലാ കാര്യത്തിനും വിജയം കിട്ടും. ആരോഗ്യ അർത്ഥ സമ്പത്തയ ആരോഗ്യം കിട്ടും. ആരോഗ്യം എന്ന് വെച്ചാൽ മഹാരോഗിയായിട്ട് ഇരിക്കാനും നടക്കാനും പറ്റാതെ മരണാവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാർക്ക് പോലും, പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്ന ആൾക്കാരെ പോലും കുതിരയെ പോലെ ചാടി ഓടി നടക്കും. അതാണ് സുഖസ്ഥിതിയും ജൈവ ആരോഗ്യ അർത്ഥസമ്പത്തയ. സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. സർക്കാരിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്, അധികാരികളിൽ നിന്ന്, കോടതിയിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നുമൊക്കെ പൈസ കിട്ടും. കീർത്തിയും വിശേഷലബ്ധി എന്ന് വെച്ചാൽ അംഗീകാരങ്ങൾ, അവാർഡുകൾ, വിഷയഭൂമി, വസ്തു, കെട്ടിടം, വാഹനം, ജീവിതത്തിൽ നമുക്ക് പല നേട്ടങ്ങൾ, ജോലി, അധികാരം, പ്രമോഷൻ. സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും അവനൊന്നും ജോലിയും പൈസയും എല്ലാവരുടെ പ്രീതിയൊക്കെ കിട്ടും. കീർത്തിയും വിശേഷലബ്ധിയും അതേപോലെ എല്ലാ ശോഭനമായ സ്ഥിതിയും ഉണ്ടാകും. വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹം, ദേഹം, അർത്ഥം, ഗുരുത്വവും സുഖവും, മന്ത്രഞ്ച മന്ത്രത്വം, നയവും വശയും ഗുരുവെന്നാണ് ഗുരുവിൻ്റെ കാരകത്വ ഫലം പറയുന്നത്. അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിക്കും. മാനസികമായിട്ട് ബുദ്ധിക്ക് കുഴപ്പം വന്ന് മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നവർക്ക് പോലും ഒരു ചികിത്സയില്ലാതെ അവരുടെ ബുദ്ധിയും ശക്തിയും പ്രതാപവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവരും വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളൊരു നല്ല മനസ്സിലാണിത്. പുത്രരും സന്താനമില്ലാത്തവർക്ക് സന്താനം കിട്ടാൻ, ഉള്ള മക്കൾക്ക് നല്ലത് വരാനും യോഗങ്ങളുണ്ടായിരിക്കും. മക്കളുടെ വിദ്യ, വിവാഹം, ഉദ്യോഗം ഇതൊക്കെ കിട്ടി സന്താനങ്ങളെ കൊണ്ടും സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ ബുദ്ധിയും പുത്രനും സ്നേഹം, ദേഹം, ശരീരത്തിന് നല്ല ആരോഗ്യം,
സൗന്ദര്യം, ബുദ്ധി, ശക്തി ഇതൊക്കെ വർദ്ധിക്കും. വയസ്സായാലും ദേഷ്യം നടക്കാനുള്ള നല്ല ആരോഗ്യവും കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടും. നമ്മുടെ വേദങ്ങൾ പുരാണങ്ങളൊക്കെ പഠിക്കാനും കുടുംബക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ആത്മീക ദൈവിക കാര്യാദികളിൽ താല്പര്യം ജനിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവികത്വം കൂടുതലുണ്ടാവും. വേദങ്ങൾ, വിദ്യകൾ, മന്ത്രം, തന്ത്രം ഇതൊക്കെ പഠിക്കണമെന്നുള്ളൊരാഗ്രഹവും ജ്യോതിഷവും വൈദ്യം മുതലായിരിക്കുന്ന പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വർഷം ഒരുപാട് നേട്ടങ്ങളൊക്കെ കിട്ടും. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് പേരും പ്രശസ്തിയും കാര്യ ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. വിശേഷ ലബ്ധികളെല്ലാം നമുക്ക് കിട്ടും. ഇടവ രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മെച്ചവും നേട്ടവും കിട്ടും. പുണറത്തിൻ്റെ അവസാനം കർക്കിടക കൂറ്, പുണറത്തിൻ്റെ അവസാനം പൂയം, ആയില്യം, കർക്കിടക കൂറുകാർക്ക് വേഴഗ്രഹം 11 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ശനി 2025 മാർച്ച് വരെ 8 നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയം, പ്രയാസങ്ങൾ നിറഞ്ഞതും വീഴ്ചയും ഒടിവും അപകടമൊക്കെ ഉള്ള സമയമാണ് ശനി 8 സഞ്ചരിക്കുന്ന സമയം. ഒരു കാര്യവും നമുക്ക് വിചാരിക്കുന്നത് പോലെ നേടാൻ കഴിയാതെ മരിക്കണമെന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശനി 8 നിൽക്കുന്ന സമയം വളരെ ദോഷമാണ്. അപ്പോൾ അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് 11 വേഴൻ സഞ്ചരിക്കുന്ന സമയം. സർവാഭീഷ്ട ആഗമോ ജ്യേഷ്ഠഭ്രാത നിജാത്മജ വാമകപ്പ അർത്ഥലാഭശ ചിന്തിയാൽ ഏകദശാദിനി. സർവ അഭീഷ്ട കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വളരെ കാലം കൊണ്ട് നേടണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇതുവരേക്കും നടന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്കന്ന് ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, ഒരു കാര്യം നേടണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഈ ശനി 8 നിൽക്കുന്നത് തടസ്സമാണെങ്കിലും 11 വേഴൻ നിൽക്കുന്ന സമയം നമുക്ക് കുറച്ച് നേട്ടങ്ങളുടെ കാലമായിട്ട് കണക്കാക്കണം. അതേപോലെ സർവാഭീഷ്ടങ്ങൾ സാധിക്കും. ജ്യേഷ്ഠന്മാരെ പോലെ സഹായിക്കുന്ന പല ഉന്നത വ്യക്തികളും സാധാരണക്കാരും നമുക്ക് പലവിധ സഹായങ്ങൾ ചെയ്യും. അർത്ഥലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ കിടക്കുന്ന പൂർവിക സ്വത്തുക്കൾ, വസ്തുക്കൾ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, നമുക്ക് സന്താനങ്ങളുടെ ഭാഗ്യം, സന്താനങ്ങളുടെ പ്രീതി, സന്താനങ്ങളുടെ വിദ്യ, ഉദ്യോഗം ഇതൊക്കെ നേടിക്കിട്ടാനുള്ള യോഗം. സന്താനകാരകനും വേഴനാണ്. അതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ടും പ്രീതി, അവർക്കും ഉയർച്ചയും വളർച്ചയും ഭാഗ്യവും, ജോലി കിട്ടാനും അഡ്മിഷൻ കിട്ടാനും അവരുടെ വിവാഹം കിട്ടാനും ഉദ്യോഗം കിട്ടാനും ഒക്കെ അവരുടെ പ്രായത്തിന് തകർന്നതായ വളർച്ചയും ഉയർച്ചയൊക്കെ സന്താനങ്ങളെ കൊണ്ടുണ്ട്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ് നമുക്ക് സന്താനമായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ മുതലായ കാര്യങ്ങൾ കിട്ടും. വലിയ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി, വിദ്യ, ഉദ്യോഗം, വിവാഹം, അവരുടെ വിദേശ യാത്ര, പ്രവർത്തന നേട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ശനിയുടെ 8 ദോഷങ്ങൾക്ക് നല്ല ശാശ്വതമായ പരിഹാരങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് ശ്രദ്ധിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ നേട്ടങ്ങൾക്ക് കോട്ടം വരാതിരിക്കും. വളരെ ഐശ്വര്യവത്തായ ഭാഗ്യങ്ങൾ കിട്ടും. കന്നിക്കൂറുകാർക്ക് ഉത്തരത്തിൻ്റെ അവസാനം 15 നാഴികാത്തം ചിത്രയുടെ പകുതി വരെയുള്ള കൂറാണ് കന്നിക്കൂറ്. അവർക്ക് വേഴൻ 9 സഞ്ചരിക്കുന്ന സമയം. 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഒരു ഭാഗ്യമില്ലാതെ ദാരിദ്ര്യപ്പെട്ട് കഷ്ടപ്പെട്ടു വിഷമിച്ച് നശിച്ച് കിടക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ വേഴ 8 നിന്ന സമയം. ഇപ്പോൾ 9 വന്നത് കൊണ്ട് അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. അങ്ങനെ ഈ കന്നിരാശി കൂറുകാർക്ക് 9 വേഴം വരുമ്പോൾ 4, 7 ഭാവാധിപനാണ് 9 വരുന്നത്. 4 വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗം. 7 സൗമ്യ സപ്തമൊക്കെ വിവാഹ ഘടന, വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യം ഇതൊക്കെ കിട്ടും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും, നടന്ന ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാനും, മക്കളുടെയും മരുമക്കളുടെയൊക്കെ വിവാഹമൊക്കെ നടത്തിക്കാനും ഒക്കെ യോഗം വരും. നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന കുറേ പൈസകൾ കിട്ടാനും, വിദേശ യാത്ര ഗുണം, പ്രവൃത്തി ഗുണം ഇതൊക്കെ കിട്ടാനും, അധികമായ നേട്ടങ്ങൾ കിട്ടാനും യോഗമുണ്ട്. 9 വേഴഗ്രഹം നിൽക്കുന്ന സമയം ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദം, ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും പ്രസാദം ഉണ്ടാകും. ഇത്രയും കാലം അമ്പലത്തിൽ പോയി പൂജ, വഴിപാട് എല്ലാം നടത്തിയിട്ടും
ഒരു പുരോഗതിയും കിട്ടിയില്ല എന്ന് വിഷമിച്ച് കഴിയുന്നവർക്കൊരാഗ്രഹം സാധിച്ചു ഭഗവാന്റെ എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും നമുക്ക് കിട്ടി, സ്വസ്ഥതയും സമാധാനവും കിട്ടി. ജീവിതത്തിൽ കുറേ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും. ഭാഗ്യം എപ്പോഴും നമുക്ക് കിട്ടില്ല. ഭാഗ്യമുള്ള ജാതകമാണെങ്കിൽ എപ്പോഴും നമ്മൾ ഭാഗ്യവാൻ തന്നെയാണ്. ഭാഗ്യമില്ലാത്തവർക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന ചില വർഷങ്ങളുടെ പുണ്യമാണ് ആ ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദം. ഗുരുജന്മാർ ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കും. ഓരോരുത്തർ ഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഭാഗ്യ ധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടവർ ശുഭതപസ് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ നേടിക്കിട്ടും. പൗത്ര സൗഖ്യം പുത്രന്മാരും പുത്രൻ്റെ പുത്രന്മാരുമാണ് പൗത്രന്മാർ. അപ്പോൾ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരെ കൊണ്ടുമുള്ള സന്തോഷവും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ തന്നെത്താനെ മക്കളുണ്ടാകാൻ, ഗർഭിണിയായിട്ടിരിക്കുന്നവർക്കൊക്കെ സുഖപ്രസവം മുതലായ ലഭിക്കാനും ഒക്കെ യോഗമുണ്ട്. വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്ഥ, അങ്ങനെ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ച് നേടാനും യോഗമുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുടെ പറയാനുള്ളതും പലവർക്കും ഈ ഭാഗ്യമുള്ള സമയത്ത് നല്ല ജോലി കിട്ടും, നല്ല വിവാഹം കിട്ടും, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ജോലി കിട്ടേണ്ടുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചാൽ നല്ല ഉദ്യോഗത്തിൽ കയറി ജീവിതകാലം മൊത്തം സന്തോഷിച്ച് ജീവിക്കുക. ഞാൻ പഠിച്ചാൽ മതി, പഠിച്ചിട്ട് ജോലി മതി എന്ന് പറഞ്ഞ് പലവരും ചാടിപ്പോകുമ്പോൾ ജോലി കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുകയും ഉന്നത വിദ്യാലാഭങ്ങൾ കിട്ടിയത് കൊണ്ട് ഉപയോഗമില്ലാതെയും വരുന്നുണ്ട്. നല്ലൊരു വിവാഹം വന്നാലും എനിക്ക് പഠിക്കണം, ആ കല്യാണം ശരിയാവില്ല, പിന്നെ മക്കളുണ്ടായ അതൊരു പ്രശ്നം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലവർക്കും അവർക്ക് കിട്ടേണ്ടുന്ന മഹാഭാഗ്യങ്ങൾ തെറിപ്പിച്ച് കളയുന്നതാണ് ഇപ്പോഴത്തെ പുതിയ മക്കൾ ചെയ്യുന്നത്. ഈ സമയത്തുള്ള വിവാഹവും ഉദ്യോഗമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. കാരണം ഇത്രയും നല്ലൊരു ഭർത്താവിന്, ഇത്രയും നല്ലൊരു ഭാര്യ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫാമിലി നിന്നുള്ളൊരു വിവാഹം, ഇത്രയും നല്ല ആ സമുദായ ബന്ധങ്ങൾ, ആൾക്കാരുടെ പ്രീതി ഒക്കെ നമ്മളെ തേടി എത്തുമ്പോൾ അതൊക്കെ നമ്മൾ തെറിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥകൾ പലവർക്കും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഭാഗ്യം, വിവാഹം, ജോലി, ഇതൊക്കെ നമുക്ക് കിട്ടാൻ പൂർണ്ണമായിട്ട് യോഗമുള്ളൊരവസരം നിങ്ങൾ കളഞ്ഞു പൊളിക്കരുത്. നല്ല രീതിയിൽ നമ്മളതിനെ ഉപയോഗിക്കാനും നേടാനും നേടിയത് സംരക്ഷിക്കാനും ശ്രമിക്കണം. നേടിയത് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജോലി കിട്ടി, അത് നല്ല പ്രൊമോഷനുള്ള സാലറിയിലൊന്നും കൊണ്ട് ചാടി ഓടിക്കളയില്ല. അവിടെ ഇരുന്നാൽ ഏത് രാജ്യത്തിരുന്നാലും നമുക്ക് അവിടെ കൊണ്ട് തഴച്ച് വളർന്ന് ഉയർന്ന് വരാൻ പറ്റും. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്രത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് 10ലാണ് വേഴൻ സഞ്ചരിക്കുന്നത്. 10 വേഴൻ നിൽക്കുമ്പോൾ ജോലി കിട്ടും. കാരണം 10 എന്ന് വെച്ചാൽ നമ്മളെ കർമ്മസ്ഥാനമാണോ, ഉദ്യോഗസ്ഥാനമാണോ, പ്രവൃത്തി സ്ഥാനമാണോ, വ്യാപാര സ്ഥാനമാണോ, അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ഉയർച്ചയുണ്ട്. ഒരു ചെറിയൊരു തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരാൾ വലിയ മുതലാളിയായിട്ട് ജീവിക്കാൻ യോഗമുള്ള സമയമാണ്. ചെറിയ ജോലിയിൽ നിന്ന് വലിയ ജോലി കിട്ടാനും അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടാനും യോഗമുള്ള സമയമാണ്. എവിടെ ചെന്നാലും നമ്മളെ കഴിവത്തിൽ കുറഞ്ഞിരുന്നാലും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടുത്തെ അധികാരികളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോ മനസ്സിലാക്കി അവർ നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനും മുന്നോട്ട് വന്ന് സഹായങ്ങൾ ചെയ്യുന്ന സമയമാണ്. ഈ സമയം നമ്മൾ വിഷമിക്കരുത്. 10 എന്ന് പറയുന്നത് ദേവാലയ, നഗരസഭ, മാർഗ, ആലയ, ദാസ, സർവകർമാണി, ആജ്ഞാലംബന ഏതസർവം ചിന്തനീയം ഹി ദശമേന. ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട്. ഇപ്പോൾ കുടുംബക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തും. അമ്പലങ്ങളും പള്ളികളും ദേവാലയങ്ങളൊക്കെ വയ്ക്കുമ്പോഴാണ് രാജ്യത്തിനും നാട്ടിനും കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാകുന്നത്. ഈ അമ്പലങ്ങളുടെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പൈസ കൊടുത്ത് നമ്മൾ ഇത്രയും രൂപ ചിലവാക്കി നാട്ടിൽ വലിയ വലിയ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. കാരണം അമ്പലങ്ങളാണ് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടിൻ്റെ ഏറ്റവും ഐശ്വര്യത്തെ ഉണ്ടാക്കുന്ന ഒരു സംഗതി. അപ്പോൾ അമ്പലങ്ങൾ നന്നാകുമ്പോഴാണ് നമ്മൾ നന്നാവുന്നത്. കാരണം നമ്മുടെ ഭാരതം 10 വർഷത്തിന് മുമ്പേ ലോകരാജ്യത്തിൻ്റെ ഇടയിൽ 63ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പേ 5ാം സ്ഥാനത്തായി. ഇപ്പം 3ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഭാരതം ഇത്രയും വളർച്ച ഒപ്പിച്ചതെന്ന്
ലോകരാജ്യത്തിൻ്റെ ഇടയിൽ ഇത്രയും ശ്രദ്ധ പിടിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ അയോധ്യ ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോൾ ഇന്ത്യ വളരെ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന തരത്തിൽ വളർന്നു ഉയരാൻ തുടങ്ങി. അതേപോലെ നമ്മളെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം നവീകരിച്ചപ്പോഴും ഭാരതത്തിന് നല്ലത് വേണം. ഭാരതത്തിനോട് എതിരായിട്ട് പ്രവർത്തിക്കുന്ന പല അയൽ രാജ്യങ്ങളും തകർന്നുപോയി. ലങ്ക കഷ്ടത്തിലായി. അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതേപോലുള്ള തകർച്ച ഭാരതത്തിൻ്റെ വളർച്ച കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഭാരതത്തിൽ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പുനരുദ്ധരിക്കുമ്പോഴാണ് ഭാരതീയന്മാർ ലോകത്ത് എല്ലായിടത്തും അവർക്ക് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് തൊഴിലും എങ്ങനെ ജീവിച്ചിരുന്നാലും ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യവും ഔന്നത്യവും കിട്ടുന്നത്. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു പവർ യൂണിറ്റ് ആയിട്ട് മാറും. എന്ത് കാര്യത്തിനും വിജയിപ്പിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇവരിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലം കിട്ടും. മാർഗം വഴിവെട്ടിക്കാനുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും പണ്ടത്തെ കാലത്ത്. വഴിവെട്ടുക എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആർക്കും വഴിയും വേണ്ട, വണ്ടിയും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. മിക്ക ഭൂമികളിലും വഴി തർക്കവും അതിര് തർക്കവും അവകാശ തർക്കമൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ, ഇളയത് മൂത്തത് സഹോദരങ്ങൾ 1 സെൻറ്റിനും 1.5 സെൻറ്റിനും വേണ്ടി തമ്മിലടിച്ച് ചാവുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങൾക്ക് വഴി വേണം. നമ്മുടെ നാട്ടിൽ റോഡുകൾ വന്നപ്പോഴുള്ള വികസനങ്ങൾ, യാത്രാ സൗകര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ നമുക്ക് വഴി വെട്ടാനുള്ള പരിപാടികൾ നിങ്ങൾക്ക് യോഗമുണ്ട്. ഇവിടെ മിണ്ടാതിരിക്കേണ്ട. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ വീട്ടിൽ വണ്ടി വരാത്തൊരു വീടാണെങ്കിൽ, ഇപ്പോൾ വണ്ടി വരാത്ത സ്ഥലം ഇല്ല എങ്കിൽ തന്നെ വഴിയൊക്കെ വെട്ടിക്കാനും വികസനങ്ങളൊക്കെ നിങ്ങളുടെ പ്രയത്നം കൊണ്ടുണ്ടാകണമെങ്കിൽ ആ നാട്ടിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമാകും. നമ്മൾ നന്നായാലേ നമ്മൾ നാട് നന്നാവും. നമ്മൾ നന്നാവാനുള്ള ചെറിയൊരു പരിശ്രമം നടത്തണം. ആരെയും വീട് വയ്ക്കാൻ സർവകർമാണി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം വിചാരിച്ച് പ്രവർത്തിച്ചാലും അതെല്ലാം നല്ല വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ വഴിവെട്ടിയ സർവ്വകാര്യങ്ങളിലും വിജയം കിട്ടും. വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, ജോലി കിട്ടാൻ, ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാൻ, ശത്രുക്കളെപ്പോലെ ഇരിക്കുന്ന ഒരു മിത്രങ്ങളായിട്ട് വരാനൊക്കെ യോഗമുള്ള സമയമാണ് വേഴം. 10 നിൽക്കുന്ന സമയം വളരെ ഐശ്വര്യവത്തായിട്ടുള്ളതാണ്. വിശാഖത്തിൻ്റെ അവസാനം അനിഴം കേട്ട ഈ നക്ഷത്രക്കാർക്ക് വേഴം 7-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 7-ൽ വേഴം നിൽക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹ ഘടന, നല്ല വിവാഹ സൗഖ്യം, കുടുംബ സൗഖ്യം ഇതൊക്കെ കിട്ടും. ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് കലഹിച്ച് വിരോധിച്ചിരിക്കുന്നവർക്കൊക്കെ വിവാഹത്തിനും സ്നേഹിച്ച് ജീവിക്കാനും യോഗമുണ്ട്. നല്ല കുടുംബ ബന്ധങ്ങൾ നമുക്ക് കിട്ടും. ഉള്ള കലഹവും വിരോധവും ഒക്കെ മാറ്റാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തണം. ചെറിയ കാര്യത്തിനും കലഹം വരുന്ന സമയമായിരുന്നു വേഴൻ 6 നിൽക്കുന്ന സമയം. അപ്പോൾ 7-ൽ വരുമ്പോൾ എല്ലാ കലഹവും ശത്രുതയും നിങ്ങളുടെ സ്നേഹമായ ഒരു വാക്ക് കൊണ്ട് നേടാൻ പറ്റും. നഷ്ടം വന്ന് കിട്ടാതെ കിടക്കണം വിസ, അതേപോലെ സർക്കാർ ഭാഗത്തു നിന്നുള്ള അംഗീകാരങ്ങൾ, നമ്മളെ വിദ്യാ നേട്ടങ്ങൾ, ഉദ്യോഗ നേട്ടങ്ങൾ, പ്രവർത്തന നേട്ടങ്ങൾ ഇതൊക്കെ കിട്ടാനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്ര സുഹൃത്തുക്കളുകളും അധികമായ നേട്ടങ്ങൾ, മക്കളുടെയും മരുമക്കളുടെയൊക്കെ വിവാഹമൊക്കെ നടത്തിക്കാനുള്ള യോഗങ്ങളും, സമ്പത്തും സന്തതി സൗഭാഗ്യവും ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ കിട്ടുന്ന സമയമൊക്കെയാണ്. ഈശ്വരാനുഗ്രഹം മാത്രമല്ല, വേറെ 7 നിൽക്കുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുവിധാകസ്തത്രാതുരുവാച, ഗുരുവും ശുക്രനും 1, 4, 7, 10 രാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരാൾ സുഖിയായിട്ട് ഭവിക്കുന്നത്. സുഖിക്കെന്ന് വെച്ചാൽ എത്ര ചാവാൻ കെടുക്കുന്ന രോഗിയാണെങ്കിലും സുഖിയായിട്ട് ഭവിക്കും. അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. അടുത്തത് ഉത്രാടത്തിൻ്റെ 3/4, തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെയുള്ള മകരരാശിക്കാർക്ക് വേഴഗ്രഹം 5 നിൽക്കുന്ന സമയമാണ്. 5 നിൽക്കുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയശ മനസന്തുഷ്ടിശ പുണ്യോദയ. പുത്രസ്യ ലാഭം, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള, മക്കൾക്ക് നല്ലത് വരാനുള്ളതോ, അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടും. ബുദ്ധി ശക്തി വർദ്ധിക്കും. പ്രതിഭോദേശ, പ്രതിഭ എന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ പറയുന്നത് പോലെ
ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയി വിജയിച്ച് നേടിവരും. മനസ്സിന് സന്തോഷവും പുണ്യങ്ങളായ കർമ്മങ്ങളും കാര്യവിജയങ്ങളും ഒക്കെ കിട്ടും. അവർക്കും ബുദ്ധിയും സന്താനങ്ങളും സമ്പത്തും സൗഭാഗ്യവും ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടുന്ന സമയമാണ് വേഴഗ്രഹം 5 നിൽക്കുന്ന സമയം. വളരെ സമൃദ്ധിയും സന്തോഷവും കിട്ടും. ഔട്ടത്തിൻ്റെ പകുതി ചതയം പൊരുരുട്ടാതി മുക്കാല് ഈ നാളുകാർക്ക് വേഴം 4-ലാണ് വരുന്നത്. കുംഭരാശിക്കാർ അവർക്കിപ്പോൾ 7 ശനിയുണ്ട്. കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് 7 ശനിയുടെ കാഠിന്യം കൊണ്ട് വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമയമാണ്. ആ കൂട്ടത്തിൽ കൂടെ വേഴം 4 വരുമ്പോൾ പൂർവിക വസ്തുക്കൾ വിറ്റിട്ട് പുതിയ വസ്തുക്കൾ വാങ്ങിക്കാനുള്ളൊരു യോഗം, കടങ്ങളൊക്കെ കുറേശ്ശെ തീർത്തു വരാനുള്ള യോഗം, രോഗങ്ങളൊക്കെ മാറി കുറച്ച് ആരോഗ്യം കിട്ടാനുള്ള യോഗം, പിന്നെ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും പൂർവിക വസ്തുക്കൾ കിട്ടാനും ആ ബന്ധുക്കളുടെ പ്രീതി കിട്ടാനും അമ്മാവന്മാർ ബന്ധുവർഗ്ഗങ്ങൾ മക്കൾ മരുമക്കൾ ഇവരുടെയൊക്കെ പ്രീതി കിട്ടാനും കാര്യലാഭങ്ങൾ ഉണ്ടാകാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും നമ്മുടെ വ്യാപാര പ്രവൃത്തി ഏജൻസി പാർട്ണർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ എതിർപ്പുകളുമാണ് അനുകൂലിച്ച് നല്ലതായ നേട്ടങ്ങളായിട്ട് വരുന്ന ഒരാശ്വാസജനകമായ മാറ്റമാണ് വേഴഗ്രഹം 4 സഞ്ചരിക്കുമ്പോൾ. അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും ഒക്കെ യോഗമുണ്ട്. അപ്പോൾ പണമില്ലാതെ എങ്ങനെ നമുക്ക് ഈ കാര്യം നടത്താൻ പറ്റും എന്ന് പലവരുടെയും ചിന്തയാണ്. അപ്പോൾ വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്തവർക്ക് പഞ്ചായത്തിലെങ്കിലും അപേക്ഷ കൊടുത്താൽ നമുക്ക് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഇതൊക്കെ കിട്ടും. അപ്പോൾ വേഴത്തിൻ്റെ രാശിമാറ്റം ഈ നക്ഷത്രക്കാർ പരമാവധി ഉപയോഗിക്കണം. നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും എല്ലാ തരത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗ്യങ്ങൾ സിദ്ധിച്ച് സന്തോഷം കിട്ടി അഭിവൃദ്ധി കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ സമയത്തുള്ളത്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജന്മത്തേടി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രമൊക്കെ അയച്ചു തരണം. ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മഹാപുണ്യമാണ്. സർവ്വ ദൈവങ്ങളും ഉള്ള ഒരു അമ്പലമാണ്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഗായത്രി ദേവിയും ശിവൻ അഘോര രൂപത്തിലും ദക്ഷിണാമൂർത്തി ഭാവത്തിലും ശരവാമൂർത്തി ഭാവത്തിലും കാലഭൈരവ സ്വാമിയായിട്ടും അതേപോലെ നവഗ്രഹങ്ങൾ എല്ലാ ദേവന്മാരും ഉണ്ട്. എല്ലാ അമാവാസ്യ തോറും കാലഭൈരവ ഹോമം, രാവിലെ ഗണപതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ ഇതൊക്കെ നടത്തുകയാണ്. ഈ മെയ് മാസം 21 തീയതിയാണ് ഇടവ മാസത്തിലെ ചോതി. ഈ ചോതി നക്ഷത്ര ദിവസത്തിലെ പൂജയ്ക്ക്, വഴിപാടുകൾക്ക്, സംഭാവനകളും അന്നദാനം മുതലായ കാര്യങ്ങൾക്കൊക്കെ സംഭാവനകളോ പൂജകളോ അർച്ചനകളോ വഴിപാടുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെ എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും കിട്ടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.